ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിക്കെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് രമേശ് ചെന്നിത്തല. ഭിന്നശേഷി കുട്ടികൾക്കായുള്ള സ്പെഷ്യൽ അങ്കണവാടി പദ്ധതി അടുത്ത വർഷം മുതൽ സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. പാളയം പൈതൃക സ്വത്താണെന്നും അവിടെ മാൾ നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും MK രാഘവൻ MP. സൗന്ദര്യ സംഗീത ചികിത്സ സ്വാതി തിരുനാൾ സംഗീത കേന്ദ്രത്തിലും നടപ്പാക്കുമെന്ന് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. മകളെ രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി BJPയുമായി അടുത്ത ബന്ധം പുലർത്തുന്നുവെന്നും പൂരം കലക്കി BJPക്ക് ജയിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നുമുള്ള PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് രമേശ് ചെന്നിത്തല കോഴിക്കോട്ട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അൻവർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല? കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരായും പാർട്ടിക്കെതിരായും ഗവൺമെന്റിനെതിരായും ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ എന്തുകൊണ്ട് മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒളിച്ചോടുന്നു? എന്നിട്ട് അൻവർക്കെതിരെ കേസെടുക്കുന്നു, തടയണ പൊളിക്കുന്നു. ഇതെല്ലാം എന്തുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നു? അപ്പൊ രാഷ്ട്രീയമായ വൈരാഗ്യം തീർക്കാൻ ഇപ്പോൾ CPM ശ്രമിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചാൽ, സത്യം പറഞ്ഞാൽ, വസ്തുതകൾ പുറത്തു കൊണ്ടുവന്നാൽ ആ ഭരണകൂടം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. അൻവർ എന്ന വ്യക്തിയോട് ഞങ്ങൾക്ക് വ്യക്തിയേക്കാൾ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നു. വന്ദേ മാതരം. അൻവർ ഉയർത്തിപ്പിടിച്ച പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് അതിന് മറുപടി പറയാനും അതിന് ഉത്തരം കണ്ടെത്താനുമുള്ള നീക്കങ്ങളാണ് ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാകേണ്ടത്. എന്തുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നില്ല? ADGP എന്തുകൊണ്ട് മാറ്റുന്നില്ല? ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭിന്നശേഷി സൗഹൃദ കേരളത്തിനായുള്ള സമഗ്ര പദ്ധതിയായ അനുയാത്രയുടെ കീഴിൽ നടപ്പാക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്കായുള്ള സ്പെഷ്യൽ അങ്കണവാടി പദ്ധതി അടുത്ത വർഷം മുതൽ സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. മലർവാടി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്പെഷ്യൽ അങ്കണവാടിയിൽ നിന്നും പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം നേടിയ കുട്ടികളുടെ സംഗമം മലർവാടി കോഴിക്കോട് ജൂബിലി ഹാളിൽ നടന്നു. മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് പൈലറ്റായി നടപ്പാക്കിയ സ്പെഷ്യൽ അങ്കണവാടി പദ്ധതി വലിയ വിജയമായതിനാൽ ഈ വർഷം തന്നെ മറ്റൊരു ജില്ലയിൽ നടപ്പാക്കുമെന്നും തുടർന്ന് അടുത്ത വർഷം സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കുമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സമൂഹത്തിൽ ഒന്നാമത്തെ പരിഗണന നൽകേണ്ടത് ഭിന്നശേഷി കുട്ടികൾക്കാണ് എന്ന കാര്യത്തിൽ സാമൂഹ്യനീതി വകുപ്പിന് സംശയമില്ലെന്നും ഈ അവബോധം സമൂഹത്തിലും വേണ്ടതുണ്ടെന്നും അതിനായി നിരന്തര ബോധവൽക്കരണം നടത്തുകയാണ് ഉണ്ടാകേണ്ടതെന്നും മന്ത്രി വിശദീകരിച്ചു. അപ്പോൾ ഉൾച്ചേരൽ വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന ആശയത്തിന്റെ ഭാഗമായിട്ട് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ നല്ല നിലയിൽ തന്നെ നമ്മുടെ മക്കളെ ഉൾക്കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ട്. തീർച്ചയായും മോഡൽ അങ്കണവാടികളിലൂടെ പരിശീലനം ലഭിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കൾ ദൃഢനിശ്ചയത്തോടു കൂടിയ പൊതുവിദ്യാലയങ്ങളിൽ സഹപാഠികളുടെ സ്നേഹപൂർണമായിട്ടുള്ള പിന്തുണയുടെയും അധ്യാപകരുടെ സ്നേഹവാത്സല്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ നല്ലതുപോലെ അവരുടെ സർഗശേഷി പ്രകടിപ്പിക്കാവുന്ന വിധത്തിൽ സ്വയം പര്യാപ്ത ജീവിതത്തിലേക്ക് മാറി തീരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ അധ്യാപികമാരായ 25 സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന് മന്ത്രി ഉപഹാരങ്ങൾ നൽകി. ലക്ഷദ്വീപിൽ നിന്നുമെത്തി കോഴിക്കോട്ടെ സ്പെഷ്യൽ അങ്കണവാടിയിൽ പ്രവേശനം നേടിയ K മുഹമ്മദ് സെയ്മിനെ മന്ത്രി അനുമോദിച്ചു. മറ്റു കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകി.
പരിപാടിയിൽ അഹമ്മദ് ദേവർകോവിൽ MLA അധ്യക്ഷനായിരുന്നു. പരിപാടിയിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടർ H. ദിനേശൻ, സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസർ അഞ്ജു മോഹൻ, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ S. സബീന ബീഗം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാളയം പൈതൃക സ്വത്താണെന്നും അവിടെ മാൾ നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും MK രാഘവൻ MP. പാളയം മാർക്കറ്റ് മാറ്റരുതെന്നാവശ്യപ്പെട്ട് MP 24 മണിക്കൂർ ഉപവാസ സമരം നടത്തി. പാളയം പച്ചക്കറി മാർക്കറ്റ് മാറ്റരുതെന്നാവശ്യപ്പെട്ട് MK രാഘവൻ MP പാളയം മാർക്കറ്റിൽ 24 മണിക്കൂർ ഉപവാസ സമരം നടത്തി. കോൺഗ്രസ് അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പകരം 3.5 ഏക്കർ സ്ഥലം സ്വകാര്യ കമ്പനിക്ക് നൽകി കമ്മീഷൻ പറ്റാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അഴിമതിയുടെ ഭാഗമായാണ് മാർക്കറ്റ് മാറ്റുന്നത്. 45 വർഷം ഭരിച്ച ഇടതുമുന്നണിയുടെ നയം മൂലം കച്ചവടക്കാരുടെയും തൊഴിലാളികളുടെയും ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. കുത്തക മുതലാളിമാരുടെ താൽപര്യത്തിനാണ് അധികാരികൾ പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇവരെ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്ന് ഒഴിവാക്കാനുള്ള കോർപ്പറേഷന്റെ തീരുമാനം ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ വൻ അഴിമതിയുടെ ഭാഗമാണ്. ഇവരെ ഇവിടെ നിന്ന് ഒഴിവാക്കിയാൽ 3.5 ഏക്കർ സ്ഥലം കോർപ്പറേഷൻ ലഭിക്കും. ആ 3.5 ഏക്കർ സ്ഥലം ഏതെങ്കിലും ഒരു വൻകിട ഭൂ വിനിയോഗ കമ്പനിക്ക് കൊടുത്താൽ അതിന് കമ്മീഷൻ പറ്റാൻ കഴിയും. അങ്ങനെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് ഈ 3.5 ഏക്കർ സ്ഥലം വിട്ടുകൊടുക്കാനുള്ള ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പാളയം പച്ചക്കറി ഫ്രൂട്ട്സ് മാർക്കറ്റ് മാറ്റാനുള്ള തീരുമാനം. പാളയം പൈതൃക സ്വത്താണെന്നും അവിടെ മാൾ നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും MK രാഘവൻ MP പറഞ്ഞു. പരിപാടിയിൽ DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റിന്റെ ചുമതലയുള്ള K. ഖാദർ, KPCC ജനറൽ സെക്രട്ടറിമാരായ PM നിയാസ്, K. ജയന്ത്, UDF ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കൽ, DCC ജനറൽ സെക്രട്ടറിമാരായ PM അബ്ദുറഹിമാൻ, ദിനേശ് പെരുമണ്ണ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗൗരി പുതിയോത്ത് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളം മുഴുവൻ 30 വർഷമായി ഗവൺമെന്റ് ആശുപത്രികളിൽ നടത്തിയ സാന്ത്വന സംഗീത ചികിത്സ സ്വാതി തിരുനാൾ സംഗീത കേന്ദ്രത്തിലും നടത്തുമെന്ന് മാനേജിംഗ് ട്രസ്റ്റി പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടെൻഷൻ കൊണ്ടും ജോലി ഭാരം കൊണ്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിന് തീർച്ചയായിട്ടും ഒരു റെമഡി എന്ന് പറയുന്നത് നിശ്ചയിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് നമുക്ക് ഒരു ഇതായിട്ട് ചികിത്സയായിട്ട് ചെയ്യാനുള്ളൊരു പദ്ധതിയാണ് എനിക്കുള്ളത്. അതെ, ഞാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ തുടങ്ങേണ്ടവരുണ്ട്. അപ്പോൾ സാധാരണ പ്രഭാതരാഗങ്ങൾ വെച്ച് ഉപയോഗിക്കുക. പ്രഭാതരാഗങ്ങൾ പൂർവ്വ മധ്യാഹ്ന രാഗങ്ങൾ വരെ ചെയ്തുകൊണ്ട് ആ രാഗത്തിലുള്ള കീർത്തനങ്ങളും ആ രാഗത്തിലുള്ള രാഗവും പിന്നെ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കും പിന്നെ ചലച്ചിത്ര ഗാനങ്ങൾ വരെ ഉപയോഗിക്കാം. പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് തിരുവണ്ണൂർ ആസ്ഥാനമായി സാന്ത്വന സംഗീത രംഗത്ത് 36 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് സ്വാതി തിരുനാൾ കലാകേന്ദ്രം ട്രസ്റ്റ് മ്യൂസിക് തെറാപ്പി ഫൗണ്ടേഷൻ. സാന്ത്വന സംഗീത ചികിത്സയുടെ അനന്ത സാധ്യതകൾ കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലും മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിലും നടപ്പാക്കി ഹൈക്കോടതി ഉൾപ്പെടെ വിവിധ തലങ്ങളിൽ നിന്നുള്ള അംഗീകാരങ്ങളും അനുമോദനങ്ങളും സ്ഥാപനം നേടിയെടുത്തു. കാലോചിതമായ പരിഷ്കാരങ്ങളും പാരമ്പര്യവും സമന്വയിപ്പിച്ച് പുതിയ പദ്ധതികൾ കൂടി ഈ നവരാത്രി കാലത്ത് തുടക്കം കുറിക്കുമെന്ന് സ്വാതി തിരുനാൾ കലാകേന്ദ്രം മാനേജിംഗ് ട്രസ്റ്റി പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഒക്ടോബർ 3 മുതൽ 13 വരെ നീളുന്ന സാന്ത്വന സംഗീത മഹോത്സവം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
real beauty in your heart. Boche Golden Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കുടുംബശ്രീയുടെ മാതൃകയിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ ശാക്തീകരണവും സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ട് ഭിന്നശേഷി സ്വയം സഹായ സംഘങ്ങളുടെ ശൃംഖല രൂപീകരിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഭിന്നശേഷി സഹായ ഉപകരണങ്ങളുടെ വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ജില്ലാ പ്ലാനിംഗ് ഓഫീസ് ഹാളിൽ നടന്ന പരിപാടിയിൽ 130 ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഇതിൽ 25,000 രൂപ വീതം ഫിക്സഡ് ഡെപ്പോസിറ്റ് ലഭിച്ച 25 വിദ്യാർത്ഥികളും ഉൾപ്പെടും. ബഗ്ഗീസ്, തെറാപ്പി മാറ്റ്, തെറാപ്പി ബോൾ, CP വീൽ ചെയർ, സ്റ്റാറ്റിക് സൈക്കിൾ, ഹോൾഡിംഗ് വാക്കർ, റിക്ലൈനിംഗ് വീൽ ചെയർ, ഹൈടെക് നീ ക്യാപ്പ്, CP വുഡൻ ചെയർ, കൃത്രിമ കാൽ എന്നിവയാണ് വിതരണം ചെയ്തത്. സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ നേതൃത്വത്തിൽ നടന്ന ഭിന്നശേഷി സഹായ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. തനിച്ചല്ല നിങ്ങൾ, ഒപ്പമുണ്ട് ഞങ്ങൾ എന്നതാണ് ഭിന്നശേഷി വിഭാഗത്തോടുള്ള സംസ്ഥാന സർക്കാർ നയമെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പരിപാടികളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഈ മാർഗത്തിൽ സർക്കാരിനോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയാണ് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനെന്നും മന്ത്രി പ്രശംസിച്ചു. സമൂഹത്തിൽ ഭിന്നശേഷി പുനരധിവാസത്തിന്റെയും ശാക്തീകരണത്തിന്റെയും ഉത്തരവാദിത്വം വഹിക്കുന്ന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ഒട്ടനവധി ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കാര്യക്ഷമമായി ഏറ്റവും ഉപകാരപ്രദമായ പദ്ധതികളുമായി മുൻപോട്ട് പോകുന്ന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ പല ജില്ലകളിലായി ഇതുവരെ ഒരുപാട് സഹായ ഉപകരണങ്ങൾ ഈ വർഷം വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പരിപാടിയിൽ തോട്ടത്തിൽ രവീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ, അസിസ്റ്റന്റ് കളക്ടർ ആയുഷ് ഗോയൽ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അഞ്ജു മോഹൻ, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ S സബീന ബീഗം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തായാട്ട് ശങ്കരൻ ജന്മശതാബ്ദി അനുസ്മരണ സമ്മേളനം നടത്തി. എഴുത്തുകാരൻ ഡോക്ടർ സുനിൽ P ഇളയിടം മുഖ്യപ്രഭാഷണം നടത്തി. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തായാട്ട് ശങ്കരൻ ജന്മശതാബ്ദി അനുസ്മരണ സമ്മേളനം നടത്തി. എഴുത്തുകാരൻ ഡോക്ടർ സുനിൽ P ഇളയിടം മുഖ്യപ്രഭാഷണം നടത്തി. നവോത്ഥാന പാരമ്പര്യമുള്ള ചിന്തകനാണ് തായാട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സീതാകാവ്യത്തിന് പുതിയൊരു വിചാരധാര രൂപപ്പെടുത്താൻ തായാട്ടിന് കഴിഞ്ഞു. ഏതെങ്കിലും വിശേഷ ജ്ഞാനമേഖലയിൽ ഒതുങ്ങാതെ ബഹുശാഖിയായി ജീവിച്ച തായാട്ടിന് സാഹിത്യ വിമർശകൻ, വിദ്യാഭ്യാസ ചരിത്രകാരൻ, രാഷ്ട്രമീമാംസകൻ തുടങ്ങി 8ഓളം മേഖലയിൽ ഒരേ സമയം ശോഭിക്കാൻ കഴിഞ്ഞുവെന്നും ഇളയിടം പറഞ്ഞു. സീതാകാവ്യത്തെക്കുറിച്ച് മലയാളത്തിലുണ്ടായ വളരെ പ്രധാനപ്പെട്ട ആലോചനകളെ ഓരോന്നായിട്ടെടുത്ത് അതിനോട് തനിക്കുള്ള യോജിപ്പും അതിനോടുള്ള വിയോജിപ്പും ഒക്കെ വിശദമാക്കിക്കൊണ്ട് വാസ്തവത്തിൽ ആ കാവ്യതയെ മുൻനിർത്തി ഒരു വലിയ സംവാദാന്തരീക്ഷത്തെ രൂപപ്പെടുത്തുന്ന ഒരു കൃതിയാണ് സീതയും നിരൂപകന്മാരും. ആറ്റൂർ കൃഷ്ണപിഷാരടി, അല്ലെങ്കിൽ കുട്ടികൃഷ്ണമാരാര്, മുണ്ടശ്ശേരി എന്നിങ്ങനെ ആശാൻ കവിതയെക്കുറിച്ച് നിരൂപണത്തിലേർപ്പെട്ട പ്രഖ്യാതരായ നിരൂപകരെ മാത്രമല്ല, കുന്നത്ത് ജനാർദ്ദന മേനോനെ പോലെ ആശാൻ പഠനത്തിലെന്നല്ല പിൽക്കാലത്ത് മലയാള കാവ്യ വിമർശന ചരിത്രത്തിൽ കാര്യമായൊന്നും ആരും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത കുന്നത്ത് ജനാർദ്ദന മേനോൻ സീതാകാവ്യത്തെക്കുറിച്ച് എഴുതിയ നിഗമനങ്ങളടക്കം പരിശോധിച്ചിട്ടാണ് തൻ്റെ ഒരു വാദത്തിലേക്ക് തായാട്ട് മാഷ കൃതിയെ കൊണ്ടുവന്ന് നിർത്തുന്നത്. AK രമേശ് അധ്യക്ഷത വഹിച്ചു. KN കുഞ്ഞഹമ്മദ്, KT കുഞ്ഞിക്കണ്ണൻ, ഡോക്ടർ P പ്രിയ, B ബിന്ദു, ഡോക്ടർ U ഹേമന്ത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CP ഹരീന്ദ്രൻ എഴുതിയ തായാട്ട് ശങ്കരൻ കാലത്തെ സംവാദഭരിതമാക്കിയ ചിന്തകൻ എന്ന പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
അന്താരാഷ്ട്ര അറബിക് വിദ്യാർത്ഥി സമ്മേളനം പലസ്തീൻ എംബസി പൊളിറ്റിക്കൽ കൗൺസിലർ ഡോക്ടർ ആബിദ് അൽ റസാഖ് അബു ജാസിർ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യക്കകത്തും പുറത്തും വിവിധ അറബിക് കലാലയങ്ങളിലുമായി അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനമാണിത്. അറബിക് വിദ്യാർത്ഥി സമ്മേളനം, അതിന്റെ 18ാമത് അറബിക് വിദ്യാർത്ഥി സമ്മേളനം നാളെ ഒക്ടോബർ 2-ാം തീയതി കോഴിക്കോട് മേപ്പയ്യൂർ വെച്ച് നടക്കാനിരിക്കുകയാണ്. ഈ സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം അറബിക് കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള AI-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലുപരി മതപരമായ ചർച്ചകൾ, അറബിക് വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ മതപരമായ കാര്യങ്ങളിലുള്ള അവരുടെ ചർച്ചകൾ എന്നിങ്ങനെ വിവിധങ്ങളായ സെഷനുകളിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ, കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വൈജ്ഞാനിക സംഗമത്തിൽ ഷുഹൈബ് മേപ്പയ്യൂർ, സുഹൈൽ കല്ലേരി, ജംഷീദ് അലി സലഫി, ഡോക്ടർ മുഹമ്മദ് അമൻ തുടങ്ങിയവർ സംസാരിക്കും. അറബി ഭാഷയും ആഗോള കരിയർ സാധ്യതയും എന്ന വിഷയത്തിൽ നടക്കുന്ന ചർച്ചയിൽ സഹദ് സൊലാഹി പുതുനഗരം, യഹിയ കാളികാവ്, ഡോക്ടർ സാബിർ നവാസ്, ജിഹാദ് ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന സെക്രട്ടറി ഹനീഫ് കായക്കൊടി, KNM സംസ്ഥാന സെക്രട്ടറി സി മുഹമ്മദ് സലീം സുല്ലമി തുടങ്ങിയവർ വിദ്യാർത്ഥികളുടെ മത, ബൗദ്ധിക, വൈജ്ഞാനിക സംശയങ്ങൾക്ക് മറുപടി നൽകും. വിദ്യാർത്ഥിനികൾക്ക് അവരുടെ കലാലയ ജീവിതങ്ങളിൽ ആവശ്യമായ നിർദ്ദേശങ്ങളും അവരുടെ സംശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമായി പ്രത്യേകമായി ഇടങ്ങളും സമ്മേളന വേദിയിൽ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് നിഷാൻ കണ്ണൂർ, KMA അസീസ്, നാസിം റഹ്മാൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വിദ്യാർത്ഥികളെ പ്രതിനിധീകരിക്കുന്ന നാഷണൽ സർവീസ് സ്കീം, നാഷണൽ കേഡറ്റ് കോർപ്സ് എന്നീ പ്രസ്ഥാനങ്ങൾ സുപ്രധാന സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റുന്നവയാണെന്ന് മന്ത്രി ആർ ബിന്ദു. വി കെയറിന്റെ 2ാം ഘട്ട ഫണ്ട് സമാഹരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഗുരുതര രോഗബാധിതർക്ക് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ ജീവൻ രക്ഷാ ചികിത്സകൾക്ക് ധനസഹായം അനുവദിച്ച് പൊതുജീവൻ നൽകുന്ന പദ്ധതിയാണ് വി കെയർ. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പാക്കുന്ന ജീവകാരുണ്യ പദ്ധതിയായ വി കെയറിന്റെ 2ാം ഘട്ട ഫണ്ട് സമാഹരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. സാമൂഹ്യനീതി വകുപ്പിന് വേണ്ടി മികച്ച രീതിയിലാണ് NSS, NCC വിദ്യാർത്ഥികൾ പ്രവർത്തിക്കുന്നതെന്നും വിദ്യാർത്ഥികളുടെ പ്രവർത്തനം പ്രാന്തവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന വകുപ്പിന് വലിയ അനുഗ്രഹമായി മാറിയെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളിലെ സേവന താൽപര്യങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയും പ്രചോദനാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ പ്രോത്സാഹിപ്പിക്കുന്ന NSS-ഉം NCC-യും തീർച്ചയായും ഭാവി കേരളത്തിനും നാളത്തെ ഇന്ത്യക്കും വലിയ വാഗ്ദാനമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് ഈ പ്രസ്ഥാനങ്ങൾക്ക് സംസ്ഥാന തലത്തിൽ ദിശാബോധം പകരേണ്ടുന്ന ഉത്തരവാദിത്തമുള്ള ആൾ എന്നുള്ള നിലയ്ക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. വി കെയർ പദ്ധതിയുടെ 1ാം ഘട്ടത്തിൽ മികച്ച പ്രകടനം നടത്തിയ NSS, NCC വളണ്ടിയർമാർക്കുള്ള അവാർഡ് മന്ത്രി വിതരണം ചെയ്തു. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ പ്രൊജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോഴിക്കോട് ഹെഡ്ക്വാർട്ടേഴ്സ് NCC ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ DK പത്ര, നഗരസഭാ കൗൺസിലർ KC ശോഭിത, പ്രൊവിഡൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസീന ജോസഫ്, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അഞ്ജു മോഹൻ, സ്റ്റേറ്റ് NSS ഓഫീസർ ഡോക്ടർ RN അൻസർ തുടങ്ങിയവരും പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. CITU അറിവുത്സവം കോഴിക്കോട്ട് സമാപിച്ചു. 2 ദിവസങ്ങളിലായി സംസ്ഥാനതല കലാസാഹിത്യ മത്സരങ്ങൾ നടന്നു. സാംസ്കാരിക സമ്മേളനത്തിൽ CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 2 ദിവസങ്ങളിലായി നടക്കാവ് GVHSSനും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ഹാളിലുമായി നടന്ന CITU അറിവുത്സവം സമാപിച്ചു. സംസ്ഥാനതല കലാസാഹിത്യ മത്സരങ്ങളിൽ പാലക്കാട് ജേതാക്കളായി. എറണാകുളം 2ഉം ഇടുക്കി 3ഉം സ്ഥാനം നേടി. തൊഴിലാളി ജീനിയസായി KSFE സ്റ്റാഫ് അസോസിയേഷൻ CITU അംഗം R അരവിന്ദ് തിരഞ്ഞെടുക്കപ്പെട്ടു. സാംസ്കാരിക സമ്മേളനത്തിൽ CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ അധ്യക്ഷനായി. നമ്മുടെ മക്കളിൽ വായനാശീലം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് നാം ശ്രദ്ധിക്കുക തന്നെ വേണം. വായനയ്ക്ക് പകരമായി അറിവ് നേടാൻ എത്ര ഉയർന്ന സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഉണ്ടായാലും വായനയ്ക്ക് പകരമാവില്ല. അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത്തരമൊരു സന്ദർഭത്തിലാണ് ഈ ആവശ്യകതയെല്ലാം പ്രചരിപ്പിക്കാവുന്ന നിലയിൽ CITU സന്ദേശത്തിൻ്റെ 50ാം വാർഷികം കോഴിക്കോട് വെച്ച് ആഘോഷിക്കാൻ CITU തീരുമാനിക്കുന്നത്. ആശയലോകവും തൊഴിലാളി വർഗവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ സുനിൽ P ഇളയിടം സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KN ഗോപിനാഥ്, സംസ്ഥാന സെക്രട്ടറി CK ഹരികൃഷ്ണൻ, ജില്ലാ ജനറൽ സെക്രട്ടറി PK മുകുന്ദൻ, ജില്ലാ പ്രസിഡന്റ് മാമ്പറ്റ ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഹനുമാൻ സേന ചെയർമാൻ അടക്കമുള്ളവരുടെ പേരിൽ 308 വകുപ്പ് ചാർജ് ചെയ്ത കേസ് പുനരന്വേഷണം നടത്തണമെന്ന് ഹനുമാൻ സേന സംസ്ഥാന നേതൃയോഗം. ഈ വിഷയത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടിയെടുക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഹനുമാൻ സേന ഭാരത്തിന്റെ സംസ്ഥാന നേതൃയോഗം കോഴിക്കോട്ട് നടന്നു. ഹനുമാൻ സേന നേതാക്കൾക്കെതിരെ തീവ്രവാദികളും കമ്മ്യൂണിസ്റ്റ് ജിഹാദികളും അഴിമതിക്കാരായ പോലീസുകാരും ചേർന്ന് മുൻപും പല കള്ളക്കേസുകൾ എടുത്തിട്ടുണ്ടെന്നും എല്ലാം കോടതികൾ തള്ളിക്കളയുകയാണുണ്ടായതെന്നും യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. നിയമപരമായി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ചാർജ് ചെയ്ത കേസിനെ നേരിടുമെന്നും യോഗം തീരുമാനിച്ചു. സെക്രട്ടറി C വിനോദ് കൊല്ലം ഉദ്ഘാടനം ചെയ്തു. എല്ലാ ജില്ലകളിലും മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിക്കണമെന്നും മത തീവ്രവാദത്തെ തടയാനും ദേശീയത വളർത്തുന്നതിനും സേവന പ്രവർത്തകർ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനിടയിൽ തന്നെ ശബരിമല വിഷയമുണ്ടായി. നമുക്കറിയാം, ഭാരതത്തിലെ മുഴുവൻ ഹിന്ദുവിനെയും നോവിക്കുന്ന ശബരിമല വിഷയമുണ്ടായപ്പോൾ ആദ്യത്തെ കേസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഹനുമാൻ സേന ചെയർമാൻ AM ഭക്തവത്സലനെയും ഹനുമാൻ സേനയുടെ ജനറൽ സെക്രട്ടറി C വിനോദും തുടങ്ങി ഏതാണ്ട് 18ഓളം പ്രവർത്തകരെ ഇന്നും പമ്പ റാന്നി കോടതിയിൽ കേസ് പറയുകയാണ്. ഇതിനുശേഷമാണ് ശബരിമല വിഷയം മറ്റു പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുകയും അതിന്റെ പേരിൽ മുതലെടുപ്പ് നടക്കുകയും അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തത്. സംസ്ഥാന ചെയർമാൻ AM ഭക്തവത്സലൻ അധ്യക്ഷനായിരുന്നു. തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് കോവൈ രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് രവിരാജ്, വായുപുത്രൻ, മിഥുൻ ഉണ്ണികൃഷ്ണൻ ചക്രപാണി, സതീശൻ വയനാട് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രിക്കെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് രമേശ് ചെന്നിത്തല. ഭിന്നശേഷി കുട്ടികൾക്കായുള്ള സ്പെഷ്യൽ അങ്കണവാടി പദ്ധതി അടുത്ത വർഷം മുതൽ സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി R ബിന്ദു. പാളയം പൈതൃക സ്വത്താണെന്നും അവിടെ മാൾ നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും MK രാഘവൻ MP. സൗന്ദര്യ സംഗീത ചികിത്സ സ്വാതി തിരുനാൾ സംഗീത കേന്ദ്രത്തിലും നടപ്പാക്കുമെന്ന് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.